നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. സേവാദൾ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. സേവാദൾ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTE CATU നേതൃത്വത്തിൽ KSRTC പുനലൂർ യൂണിറ്റിനു മുന്നിൽ ധർണ നടത്തി. തെന്മലയിൽ ടാങ്കറുകൾ കൂട്ടിയിടിച്ചു. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. 100 കിലോയോളം തൂക്കമുള്ള മരച്ചീനി നാട്ടുകാർക്ക് കൗതുകമാകുന്നു. അഞ്ചൽ ചോരനാടാണ് 100 കിലോഗ്രാം തൂക്കമുള്ള മരച്ചീനി കൗതുകമാകുന്നത്. പ്രസിഡന്റിനെതിരെ കരാറുകാരന്റെ ഗുരുതര ആരോപണം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ടെൻഡർ നടപടികൾ നിർത്തിവച്ചു. സേവാദൾ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും അഴിമതിക്കുമെതിരെ സേവാദൾ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആറോ ജംഗ്ഷൻ, മുക്കട ജംഗ്ഷൻ വഴി പട്ടണം ചുറ്റി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. മാർച്ച് പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. സേവാദൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സേവാദൾ പ്രവർത്തകർ പോലീസിന് നേരെ ചീമുട്ടയെറിഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. നേതാക്കൾ ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കി. തുടർന്ന് നടന്ന ധർണ സേവാദൾ നേതാവ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കിട്ടിയ ഒരു വിവരാവകാശമാണ്. അഞ്ചൽ മാർക്കറ്റിലുള്ള 1 മുതൽ 19 നമ്പർ വരെയുള്ള കടകൾ ലേലം ചെയ്ത് നൽകിയിട്ടില്ല. ആ കടകളിൽ ഇപ്പോ കച്ചവടം നടത്തുന്നു. ആരാണ് വാടക മേടിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം, പഞ്ചായത്ത് സെക്രട്ടറി പറയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരിക്കുകയാണ്. ഇത് ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിനും സേവാദളിനും തോന്നിയ ഒരു ഉൾവിളിയല്ല, മറിച്ച് ഇവിടെ ഞങ്ങൾ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുമായി വരുന്നവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് അകത്തും പുറത്തും നിരവധി തവണ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അഞ്ചൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥത നടന്നിട്ടുള്ളത് കേരളത്തിന്റെ അല്ലെങ്കിൽ അഞ്ചൽ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. വലിയവിള വേണു, അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവ്, സന്തോഷ് പനയംചേരി, തോയ്ത്തല മോഹനൻ, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTE CATU നേതൃത്വത്തിൽ KSRTC പുനലൂർ യൂണിറ്റിന് മുന്നിൽ ധർണ നടത്തി. KSRTC പുനലൂർ യൂണിറ്റിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾ നിരവധി തവണ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും
നടപടി ഉണ്ടാകാത്തതിനാലാണ് KSRTE CATUവിന്റെ നേതൃത്വത്തിൽ KSRTC പുനലൂർ യൂണിറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണ KSRTE സംസ്ഥാന ട്രഷറർ T ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ETMകൾ ചാർജ് ചെയ്യപ്പെടുന്നില്ല, അതിന്റെ വിഷമങ്ങൾ ലൈനിൽ വരുന്നുണ്ട്. അത് കാര്യക്ഷമമാക്കിയാൽ പോലെ KSRTCക്ക് സ്വന്തമായി ETMകൾ വേണ്ടേ? ETMകൾ വേണമല്ലോ. ഇപ്പോ 2 വർഷക്കാലമായി ETM നടപ്പിലാക്കുകയാണ്. അതിവേഗം ബഹുദൂരം പാറശാല മുതൽ തുടങ്ങി ഇതുവരെയും അങ്ങ് തൊട്ടിൽപ്പാലത്തിലും മാനന്തവാടിയിലും ഒന്നും ETM കൊടുത്ത് തീർത്തില്ല. ഇനിയിപ്പോ 3-4 മാസങ്ങളാണുള്ളത്. അതിനിടയ്ക്ക് പൂർണ്ണമായി കൊടുത്തു തീർക്കും. എന്നിട്ട് INTCക്കാരൻ പറയും, എന്താ പൂർണ്ണമായി ETM നടപ്പിലാക്കിയില്ലേ എന്നാ ചോദിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും ETM നടപ്പിലാക്കിയല്ലോ. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ ഡിപ്പോകളിലും ETM വിതരണം നടത്തിയത്. വർഷം തോറും 1000 പുതിയ ബസ്സുകൾ നിരത്തിലിറക്കിയത്. ഇപ്പോ 1350 ചേസസുകൾ KSRTCയുടെ വർക്ക്ഷോപ്പുകളിൽ കിടന്ന് കാല് പിടിക്കുകയാണ്. K മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി N ബിജു സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ, D കുഞ്ഞുമോൻ, ബാബു, S ഗോപകുമാരൻ നായർ, R സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രസിഡന്റിനെതിരെ കരാറുകാരന്റെ ഗുരുതര ആരോപണങ്ങൾ. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ടെൻഡർ നടപടികൾ നിർത്തിവെച്ചു. 2012-13 വർഷം നടന്ന കല്ലുവെട്ടാങ്കുഴി പൊതുശ്മശാനത്തിന്റെ പണികളുടെ ബില്ല് മാറാൻ പഞ്ചായത്ത് പ്രസിഡന്റ് 10,000 രൂപ കരാറുകാരനിൽ നിന്നും കോഴ വാങ്ങുകയും 18 ലക്ഷം രൂപയുടെ ബില്ലിൽ 14 ലക്ഷം മാറി നൽകുകയും ചെയ്ത ശേഷം ബാക്കി 3 ലക്ഷം മാറി നൽകാതെ വീണ്ടും കോഴയ്ക്ക് വേണ്ടി കരാറുകാരനായ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതായി ആരോപിച്ച് വിളക്കുപാറ സ്വദേശിയായ ജോസ് ചൊവ്വാഴ്ച പഞ്ചായത്തിൽ വെച്ച് നടന്ന ടെൻഡർ നടപടികൾക്കിടെ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ മരാമത്ത് പണികളുടെ ടെൻഡർ നടപടികൾ നിർത്തിവെച്ചു. 5-10 കോടി രൂപയുടെ പണി ചെയ്തണക്കെ യോമാർക്ക് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ പണി ചെയ്ത് ഞാൻ ടെൻഡർ എടുത്ത പണിയുടെ കാശ് യോമാർക്ക് തരാനില്ല. ഇവിടെ ഞാൻ ടെൻഡർ എടുത്ത 10,000 രൂപയുടെ പ്രസിഡന്റ് എന്റെ മേടിച്ചു ആ പണിയുടെ പേര് മേടിച്ചല്ലേ. ഇവിടെ സെക്രട്ടറിയുടെ കാലം വെച്ചെങ്കിലേ കാശ് ചേർത്തോളാം. ഞാൻ A ക്ലാസ് വന്നാനല്ല. ഞാൻ പണി എടുത്തിട്ട് ഞാൻ ഓരോ ദിവസം ഇതിന്റെ പുറകെ കിടക്കണോ? കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ കല്ലുവെട്ടാങ്കുഴി പൊതുശ്മശാനത്തിന്റെ ചുറ്റുമതിൽ, ഗേറ്റ്, കിണർ, ബലിത്തറ തുടങ്ങിയ പണികളാണ് 18,12,300 രൂപയ്ക്ക് കരാറുകാരൻ പൂർത്തിയാക്കിയത്. അധികം ചെയ്ത 10,300 രൂപ കുറച്ച് 18 ലക്ഷം രൂപ മാറി നൽകാനുള്ളതിൽ 2,92,200 രൂപ ബാക്കിയായിട്ടാണ് തുക മാറി നൽകിയത്. ബാക്കി തുകയായ 2,92,200 രൂപ തനത് ഫണ്ടിൽ നിന്നും മാറി നൽകാനും പ്ലാൻ ഫണ്ട് വരുന്ന മുറയ്ക്ക് തുക റീകപ്പ് ചെയ്യാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നെങ്കിലും കരാറുകാരന് തുക മാറി നൽകാൻ പ്രസിഡന്റ് തയ്യാറാകാതെ വീണ്ടും കോഴയ്ക്ക് കരാറുകാരനെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുമാണ് ജോസിന്റെ ആരോപണം. ടാറിംഗ്, റീടാറിംഗ്, കോൺക്രീറ്റ് എന്നിങ്ങനെ 31 റോഡ് പണികളുടെ ടെൻഡർ നടപടികളാണ് കരാറുകാരന്റെ ആരോപണത്തെ തുടർന്ന് ഇന്നലെ നിർത്തിവെക്കേണ്ടി വന്നത്. അതേസമയം മുൻവർഷങ്ങളിൽ ടെൻഡർ ഒഴിവാക്കി മരാമത്ത് വർക്കുകൾ ബെനിഫിഷ്യറി കമ്മിറ്റികളെ ഏൽപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരുടെ ബിനാമികളെ വെച്ച് വർക്കുകൾ ചെയ്ത് ലാഭം നേടിയിരുന്നിടത്ത് വീണ്ടും ഇപ്പോൾ ടെൻഡർ വെച്ചത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതുകൊണ്ടാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നുകഴിഞ്ഞാൽ വർക്കുകളുടെ നിയന്ത്രണം പുതിയ ഭരണസമിതിക്കാവുമെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ വർക്കുകൾ ടെൻഡറാക്കാൻ കാരണമെന്നും ആരോപണം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. 100 കിലോയോളം തൂക്കമുള്ള മരച്ചീനി നാട്ടുകാർക്ക് കൗതുകമാകുന്നു. അഞ്ചൽ ചോരനാടാണ് 100 കിലോഗ്രാം തൂക്കമുള്ള മരച്ചീനി കൗതുകമാകുന്നത്. അഞ്ചൽ ചോരനാട് ജയവിലാസത്തിൽ ജഗദേവൻ വിളയിച്ചെടുത്ത മരച്ചീനിക്കാണ് 100 കിലോയോളം തൂക്കമുള്ളത്. വമ്പൻ മരച്ചീനി കാണാൻ നിരവധി ആളുകളും എത്താറുണ്ട്. തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് ജഗദേവൻ കൃഷി ചെയ്യുന്നത്. ഇത് ചാണാൻ, പിന്നെ കരിയില, ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് വളം ചേർത്ത് പച്ചില വളങ്ങൾ മാത്രം ഇട്ട് ചെയ്താണ് ഇത്രയും ഈ സാധനം വിജയിപ്പിച്ചേക്കുന്നത്. എത്ര കിലോ ഉണ്ട്? ഇത് 90 കിലോ ഉണ്ട്. ഒരുപാട് കർഷകരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവണം. ഈ കർഷകരെ ഇതുപോലൊരു വിളയെടുത്ത് അടുത്തൊരു പ്രദർശനം, ഇത് പിന്നെ ആലപ്പുഴ കൊണ്ടുവന്ന സാധനമാണിത്. ആലപ്പുഴ മേളയ്ക്ക് കൊണ്ടുപോകുന്ന ഞാൻ. അപ്പോൾ അടുത്ത ഒരു കർഷകൻ മുന്നോട്ട് വന്ന്
ഇതുപോലൊരു മെച്ചമായിട്ട് കൃഷി ചെയ്യാനും കൃഷിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും എല്ലാ വിധത്തിലും നമ്മൾ ചെയ്തു. മരച്ചീനി കൂടാതെ പയർ, ചേന, ചേമ്പ് അടക്കമുള്ള മറ്റ് വിളകളും ജഗദേവൻ കൃഷി ചെയ്യാറുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ്, സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. തെന്മലയിൽ ടാങ്കറുകൾ കൂട്ടിയിടിച്ചു. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. സൾഫ്യൂരിക് ആസിഡ് നിറച്ച ടാങ്കറും പെട്രോൾ ഉൽപ്പന്നം നിറച്ച മറ്റൊരു ടാങ്കറുമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ ജംഗ്ഷനും ഡാം ജംഗ്ഷനും ഇടയിലുള്ള വാട്ടർ ടാങ്കിന് സമീപത്തെ കൊടുംവളവിൽ വെച്ചായിരുന്നു അപകടം. ഇരുവാഹനങ്ങളിലെയും ജീവനക്കാർക്ക് കാര്യമായ പരിക്ക് പറ്റിയില്ല. ഇടിയുടെ ആഘാതം നിയന്ത്രണവിധേയമായതിനാൽ ടാങ്കറുകൾക്ക് തകരാറ് സംഭവിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. തെന്മല ജംഗ്ഷനിൽ നിന്നും 10 ഏക്കർ വഴി പുനലൂരിലേക്ക് പോകുന്ന പാത അടച്ചിട്ടിരിക്കുന്നതിനാൽ അതുവഴി പോകേണ്ട വാഹനങ്ങളും ഇപ്പോൾ ഡാം ജംഗ്ഷനിൽ എത്തി തിരിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഡാം ജംഗ്ഷൻ മുതൽ തെന്മല ജംഗ്ഷൻ വരെ വൻ വാഹനത്തിരക്കാണ്. മാത്രമല്ല ഏറെ അപകട സാധ്യത നിറഞ്ഞ ഭാഗം കൂടിയാണ് ഇവിടം. ഈ പാതയിൽ ബ്രേക്കർ സംവിധാനം വേണമെന്ന കുളത്തൂപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ EL സുധീറിൻ്റെ നിർദ്ദേശത്തിന് മരാമത്ത് വകുപ്പ് ഇനിയും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നതും അപകടങ്ങൾ ഇവിടെ പതിവാകുന്നതിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ മധ്യവയസ്കൻ മരിച്ചു. ആയിരനല്ലൂർ സ്വദേശി ബേബിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഐരനല്ലൂർ കുന്നിൽ വീട്ടിൽ കൂലിപ്പണിക്കാരനായ 58 വയസ്സുകാരൻ ബേബിയെയാണ് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഇടമൺ സ്വദേശി പൊന്നൻ എന്നയാളുടെ പുതുതായി നിർമ്മിക്കുന്ന ഷെഡിന് സമീപത്താണ് ബേബിയെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. വീട്ടില് പണിക്ക് വന്നതാണ്. എന്തൊരു പണിയാ? സൈഡ് ചരിപ്പ് കെട്ടി കഴിഞ്ഞിട്ട് 5:30 പൈസ കൊടുത്തപ്പോൾ ഇയാൾ പോടേന്ന് പറഞ്ഞു. കൈയും കാലും കഴിവായിരുന്നു. വീണ്ടും ഞാൻ 7 മണിക്കകത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞ് ഒരു കപ്പ് വെള്ളം മേടിച്ചോണ്ട് പോയെന്ന്. അത് കഴിഞ്ഞ് 8 മണിക്കകത്ത് ചെന്നപ്പോൾ പറഞ്ഞ് അവിടെ അപ്പുറം ചരിപ്പി കിടപ്പുണ്ടെന്ന്. ഒരു പക്ക് വെള്ളം ഒഴിച്ചപ്പോൾ പറഞ്ഞ് ഇയാൾ പോടേന്ന് പറഞ്ഞു തലവൊക്കെ. അത് കഴിഞ്ഞ് 11 മണിക്ക് വരപ്പം അവസ്ഥ നിലയെ കാണിച്ചുകൊണ്ടാണ് രാത്രി 11 മണി. പുള്ളി പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയില്ല. 11 മണിക്കാണ് എസ് ഐ അദ്ദേഹത്തിനെ അറിയിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാണ് എസ് ഐ അദ്ദേഹത്തിൻ്റെ അടിച്ചെന്ന് വന്നതിനാണ് നമ്മൾ പിടിച്ച് ഇവിടെ ആശുപത്രി എത്തിക്കാൻ പറഞ്ഞ് ആശുപത്രി എത്തിച്ചത്. കൊല്ലൂർ ഗവൺമെന്റ് ആശുപത്രി. പിന്നെ മരണപ്പെടുകയായിരുന്നു. തെന്മല പോലീസിന്റെ നിർദ്ദേശപ്രകാരം തൊഴിലുടമ പൊന്നൻ ബേബിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തെന്മല സബ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സേവാദൾ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTE CATU നേതൃത്വത്തിൽ KSRTC പുനലൂർ യൂണിറ്റിന് മുന്നിൽ ധർണ നടത്തി. തെന്മലയിൽ ടാങ്കറുകൾ കൂട്ടിയിടിച്ചു. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. 100 കിലോയോളം തൂക്കമുള്ള മരച്ചീനി നാട്ടുകാർക്ക് കൗതുകമാകുന്നു. അഞ്ചൽ ചോരനാടാണ് 100 കിലോഗ്രാം തൂക്കമുള്ള മരച്ചീനി കൗതുകമാകുന്നത്. പ്രസിഡന്റിനെതിരെ കരാറുകാരന്റെ ഗുരുതര ആരോപണം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ടെൻഡർ നടപടികൾ നിർത്തിവച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.